എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മിനി പൊന്മുടി എന്നറിയപ്പെടുന്ന വെള്ളായണിക്കൽ പാറയിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വ്യൂ പോയിൻ്റ് ആവാറായിട്ടുണ്ടേ. നമ്മളെന്തായാലും അധികം വന്ന റൂട്ട് കാണിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ പോയിൻ്റ് ശരിക്കും ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ വരെ വന്ന് ഇറങ്ങാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളില്ല, അതായത് ഈ കാണുന്ന ഇത്രയും സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റായി. അപ്പം അത്യാവശ്യം സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നവർക്ക് എന്ന് വെച്ചാൽ ഇത് പറയുന്നത് കണ്ടില്ലേ, ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ. ഇത് അപ്പുറത്തൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറാതെയും പോകാൻ പറ്റും. ഇയാൾ കൊള്ളാമല്ലോ, നമ്മുടെ വഴികാട്ടിയാന്ന് തോന്നുന്നു, ആശാനവാളൻ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ വെഞ്ഞാറമൂട് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ എല്ലാ വാഹനത്തിലും നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ ആ കാർ ഇട്ടേക്കുന്ന അവിടെ വരെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ദൂരെയായിട്ടേ ഒരു അമ്പലം കാണാൻ സാധിക്കേ. അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് എന്താണ് ഇത്, പട്ടി ഓടിപ്പോയി. അപ്പം വെള്ളായണിക്കൽ ആയിരവല്ലി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഞാനത് ഗൂഗിൾ മാപ്പിൽ നേരത്തെ നോക്കിയായിരുന്നേ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയം ഏകദേശം ഒരു 5 മണിയോട് അടുത്ത് ആയിട്ടുണ്ട്. ഇതാണ് വെള്ളായണിക്കൽ ആയിരവല്ലി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ വനം വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയ വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. സൂര്യൻ എന്തായാലും കാണാൻ സാധിക്കാത്ത പോലെ മറഞ്ഞിരിക്കുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മൂടലായിരുന്നു, മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു കുളം കണ്ടേ. ഇത് കുളമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ പാറയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്ന് വന്ന് കെട്ടിക്കിടക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സൈഡിലാണ്, നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വാട്ടർ ടാങ്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഈ വ്യൂ എനിക്ക് തോന്നുന്നു ഇടത്ത് ഭാഗത്തൊക്കെ ഉള്ളത് മിക്കവാറും നമ്മുടെ കിഴക്കൂട്ടം ഭാഗമൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. മുരിക്കുമ്പുഴ കിഴക്കൂട്ടം ഭാഗമൊക്കെ ആവാനാണ് സാധ്യത. എന്തായാലും നല്ലൊരു വ്യൂ ആണ്. മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ സൂര്യനും കൂടെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ആയനെ. ഈ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, ഏറ്റവും മുകളിൽ ഒരു വാട്ടർ ടാങ്ക് നമുക്ക് കാണുവാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് ഒരു വ്യൂ ടവർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, പാറയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ടേ. അപ്പോൾ അതിങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് പൊട്ടിക്കുക കേട്ടോ. ഈ കാണുന്നതൊക്കെ പൈപ്പ് കണക്ഷനാണ്. ഇത് വെള്ളം മിക്കവാറും ടാങ്കിൽ നിന്ന് വരുന്നതാണോ അതോ ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുവാണ്. മുകളിലായിട്ട് ഒരു വാച്ച് ടവറുണ്ട്. മുകളിലായിട്ട് നമുക്ക് അവിടെ വരെ പോകണം. ഈ ഒരു ഹൈറ്റുള്ള മേഖല നല്ല കാറ്റാണ് അടിക്കുന്നത്, സൂപ്പർ കാറ്റാണ്. അപ്പോൾ നമുക്ക് ചൂട് ഒട്ടും അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാർമേഘങ്ങളൊക്കെ മൂടി മഴ പെയ്യുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ പാറയൊക്കെ ഇങ്ങനെ പൈപ്പ് ലൈനുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നത്. പിന്നെ പലയിടത്തായിട്ട് ഇതുപോലെ വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടത് വെച്ച് പറയുവാണെങ്കിൽ മിക്കവാറുള്ള സൈഡുകളിലെല്ലാം വേസ്റ്റ് കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ വലിച്ചെറിഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെ മദ്യപാനികളൊക്കെ വിളയാടുന്ന സ്ഥലമാണ് എന്നെനിക്ക് തോന്നി. കാര്യം പല സ്ഥലങ്ങളിലും ഈ ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റിൽ പോലും പല സ്ഥലങ്ങളിലും ഇതുപോലെ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതേ സൂര്യൻ ഇങ്ങനെ കാർമേഘങ്ങൾക്കുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന പോലെയാണ്. നല്ലൊരു വ്യൂ ആണ്. ഈ താഴോട്ടുള്ള ഭാഗത്തൊക്കെ ആൾക്കാർ പോയി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി ഒന്നും താഴോട്ട് പോവില്ല. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ടതുണ്ട്. സൂപ്പർ വ്യൂ അല്ലേ.
ശരിക്കും നിങ്ങൾ രാവിലെ വൈകിട്ട് വരുവാണെങ്കിൽ പൊളിയാണേ. ഈ പുല്ലുകൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതും ദൂരെയായിട്ട് ആ മേഘങ്ങളും താഴെയായിട്ട് വലിയ ഒരു വ്യൂ പോയിൻ്റ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിരപ്പാണെന്ന് തോന്നും. അങ്ങനെയല്ല, ഇടയ്ക്ക് പാറയുണ്ട്, പിന്നെ താഴേക്ക് വലിയ കുഴി പോലെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അടിപൊളി ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു വ്യൂ പോയിൻ്റ്. വാഹനമൊക്കെ വെച്ചിട്ട് അല്പദൂരം മാത്രം നടന്നാൽ മതിയാവും. നല്ല കാറ്റാണ്, നല്ല വ്യൂ ആണ്. വൈകുന്നേരം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ മഴമേഘങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മൂടിക്കിട്ടിയ പോലെ നിൽക്കുന്നത്. നമ്മൾ വന്നത് വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നാണ്. ഞാൻ പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ വഴി അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാതിരുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളായിരുന്നു. മുമ്പേ പറഞ്ഞിട്ട് തന്നെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 24 കിലോമീറ്ററോളം വരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ കോലിയകോട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം പോത്തൻകോട് പോകുന്ന റൂട്ട്, അതായത് നമ്മുടെ കഴക്കൂട്ടം വഴി വരുവാണെങ്കിൽ പോത്തൻകോട് പോകുന്ന റൂട്ട്, പോത്തൻകോട് പള്ളിപ്പുറം റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാവറ ഒരു അമ്പലം ജംഗ്ഷനുണ്ട്. അമ്പലം ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. നമ്മളെന്തായാലും ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്, അവിടെ നിന്ന് കയറാൻ നോക്കുവാണ്. ഒരുപാട് ആൾക്കാർ മുകളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാതിൽ അടച്ചു വെച്ചേക്കുവാണ്, എന്നാൽ പൊതി തുറന്നും വെച്ചേക്കുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. ഒന്ന് കയറി നോക്കാമല്ലേ, ഒരുപാട് ആൾക്കാർ മുകളിലുണ്ട്. അവിടെ ഇങ്ങനെ വേണം കയറാൻ വേണ്ടിയിട്ട്. അടച്ചിട്ടിരിക്കുവാണിത്. എന്തുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കിയ ചെള്ള് കണ്ടോ, റബ്ബർ ചെള്ളാണേ. ഭിത്തിയിലെല്ലാം ഇങ്ങനെ ഒരുപാട് റബ്ബർ ചെള്ളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ റബ്ബർ ചെള്ളെന്നാണ് പറയുന്നത്, ഇവിടെ നിന്നാണ് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ചെള്ളാണ് സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അടച്ചിട്ടേക്കുവാണ്. ഒരുപാട് ആൾക്കാർ മുകളിലുണ്ട്. അപ്പോൾ നമ്മളും കയറി ഒന്ന് നോക്കുവാണേ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ഒരാളും ഇതിൻ്റെ മുകളിൽ കയറില്ല. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കാര്യമൊക്കെ ശരിയാണ്. അവിടെ ഒരു വാച്ച് ടവർ വരുമ്പം നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ ഇതേ കയറി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ പല ഭാഗങ്ങളിലും കൈവരികളില്ല. കണ്ടോ, ഈ ഷെയ്ഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോവേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കൈയൊന്നും പിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം ദ്രവിച്ച് കമ്പിയൊക്കെ വെളിയിൽ കാണാവുന്ന ഒരവസ്ഥയിലാണ്. അത്യാവശ്യം നല്ല ഹൈറ്റാണ്. കണ്ടോ, ഒരു സൈഡിലൊന്നും കൈ പിടിക്കാൻ ഒരു സംഭവമില്ല. ഈ കൈവരികളെല്ലാം തകർന്നേക്കുവാണ്. ഈ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കൈവരികളുണ്ട്. ആ കൈവരികൾ ഉറപ്പിച്ചേക്കുന്ന പലതും ഇളകി കുലുങ്ങുന്ന ഒരവസ്ഥയിലാണ്. ഇങ്ങനെ പല നിലകളിൽ കയറി വേണം നോക്കി ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ കയറാൻ ശ്രമിക്കരുത്. ഞാനത് താഴെ കണ്ടോ, ഇതുകൊണ്ട് മൊത്തം ഇങ്ങനെ ഇളകി കിടക്കുവാണ് ഈ കൈവരികൾ. ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എപ്പം നമ്മൾ താഴോട്ട് പോയി എന്ന് ചോദിച്ചാൽ മതി. ഒരു കാരണവശാലും നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളും ഇതിൽ കയറാൻ ശ്രമിക്കരുത്. ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്തിപ്പോയൊരു വാച്ച് ടവർ ആയിരിക്കും എന്ന് കരുതിയാണ് ഞാനിതിന് മുകളിൽ കയറിയത്. ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല, വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ്. പക്ഷേ ഇതൊരു കാരണവശാലും ഞാനിതിൽ കയറാൻ റെക്കമെൻഡ് ചെയ്യില്ല. അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ താഴെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ബോർഡ് തന്നെ വെക്കണം. കാരണം ഇത് അപകടാവസ്ഥയിലാണെന്നൊരു ബോർഡ് വെച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിൽ കയറാനുള്ള ഒരു ശ്രമം എന്തുമായാലും നടത്തും. കാരണം മറ്റുള്ള പ്രശ്നമൊന്നുമില്ല. അടച്ചു വെച്ചേക്കുന്നതൊക്കെ ആൾക്കാർ ഓൾറെഡി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി വരാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ബോർഡ് വെക്കണം. ഇത് കണ്ടില്ലേ, ഈ കൈപ്പിടിയുടെയൊക്കെ അത് അടഞ്ഞിരിക്കുവാണ് താഴെ വരെ. ശരിക്കും വെള്ളത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് അടർന്നങ്ങ് പോവും. ആൾക്കാർ താഴേക്ക് പോവും. ഒരു കാരണവശാലും ആൾക്കാർ ഇതിൽ കയറരുത്. വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ കടന്നു പോകുന്നത്. ഒരു ബോർഡ് ഇവിടെ എന്തായാലും ഇത് അപകടാവസ്ഥയിലാണെന്ന് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് കയറാൻ ശ്രമിക്കും. എനിക്ക് നിങ്ങൾ വരുന്നവരാരും ഇതിൽ കയറാൻ ശ്രമിക്കരുത്. നല്ല റിസ്ക്കാണിപ്പോൾ. ഒരടച്ചിട്ടേക്കുമാണ്. ഞങ്ങൾ അഹങ്കാരം കാണിക്കാൻ പോയതാണ്. എല്ലാവരും കയറുന്ന കണ്ടുകൊണ്ട് നമ്മളും കയറാൻ പോയതാണ്. പക്ഷേ നല്ല പണിയാണ്. നമുക്ക് ആൾക്കാരെ കൂടുതലായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലത്തൊരു വാച്ച് ടവർ വരുമ്പോൾ അതിൽ നിന്നുള്ള വ്യൂ കാണാൻ എന്തുവായാലും കയറും. പക്ഷേ നിങ്ങൾ നോക്കി ഇതുപോലൊരു കൈവരി പോലും ഇല്ലാതെ നടന്ന് വേണം നമ്മൾ ഇതിലെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടുമല്ല ഒന്ന് വീണ് പോവുക, ഇടിഞ്ഞ് പോവുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും ആരും കയറില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും കയറുകയും ചെയ്യില്ല. വീഡിയോ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ആരും ആ ഒരു കാഴ്ച കയറാൻ ഇതിൽ കാണാൻ ശ്രമിക്കരുത്.
അതുപോലെ തന്നെ അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ബോർഡ് താഴെ വെക്കുക, അപകടാവസ്ഥയിൽ നിന്ന് ബോർഡ് വെക്കുക. അതറിയാതെയാണ് ആൾക്കാർ പലരും കയറുന്നത്. കാരണം പല ആൾക്കാരും ഇതിൻ്റെ വാതിലുകളൊക്കെ തുറന്നിട്ട അവസ്ഥയിലാണ്, അതുകൊണ്ട് കയറുന്നതാണ്. ഈ കുറ്റിയൊക്കെ ഇളകി കിടക്കും കേട്ടോ ഫുള്ള്. നോക്കിയിട്ട് ഹൈറ്റ് നോക്കി, ആ കൈവരി ഇല്ലാത്ത സ്ഥലത്തൂടെയാണ് നമ്മൾ പോയത്. ഷൂ, എങ്ങനെയില്ല അത് ഫുള്ളൂടെ കണ്ടോ, ആൾക്കാർ ഇറങ്ങി വരുന്നതുണ്ടോ? ഫുള്ളത് അടച്ചു വെച്ചിട്ട് ബോർഡ് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് കഷ്ടമാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാറ കാണാൻ സാധിക്കേ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ മനോഹരമായ കാഴ്ചയേക്കാളേറെ നമ്മളെ ഭീതിപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. സൂര്യൻ എന്തുവായാലും പ്രത്യക്ഷപ്പെടാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.